അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ക്രീമി മഷ്റൂം ചിക്കൻ പാസ്ത ഉണ്ടാക്കിയാലോ? സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസ് നോക്കാം. കൂണ് ചെറുതായിട്ട് അരിഞ്ഞത്, 7-8 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, മൈദ, ബട്ടർ, പിന്നെ ചിക്കൻ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ പാസ്ത ആണ് വേണ്ടത്. ഞാനിവിടെ പെനി പാസ്ത ആണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ഓയിൽ ഒഴിക്കുക. റിഫൈൻഡ് ഓയിൽ തന്നെ വേണം. അതിലേക്ക് കൂണിട്ട് നന്നായിട്ട് വഴറ്റുക. അല്പം ഉപ്പ് ചേർക്കുക. അപ്പോൾ തന്നെ കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ തന്നെ വെന്തോളും. പിന്നെ നമുക്ക് ചെറിയ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി വെള്ളം വറ്റിയതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനി പാസ്ത റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു പാനിൽ വെള്ളം വെക്കാം. വെള്ളം തിളച്ചതിന് ശേഷം പാസ്ത ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം ഉപ്പും കുറച്ച് റിഫൈൻഡ് ഓയിലും ഒഴിക്കുക. ഓയിൽ ഒഴിക്കുന്നത് അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെന്തതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇനി ഒരു പാൻ വെക്കുക. ചൂടായതിന് ശേഷം ബട്ടർ ആഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് തീ വളരെ കുറച്ച് മതി. ബട്ടർ ഉരുകിയതിന് ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. മൈദ കട്ടിയായി പോവരുത്. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ അത് കുറുകുന്ന ഒരു പരുവമാവും. അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കനും മഷ്റൂമും ആഡ് ചെയ്യാം. അതും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ടിയായി പോയെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. ഇതാ ഇപ്പോൾ നമ്മളുടെ ക്രീമി മഷ്റൂം ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.